കസ്റ്റഡി മർദ്ദനത്തിൽ പത്തനംതിട്ട കൂടൽ പോലീസിനെതിരെ കൂടുതൽ പരാതികൾ. 20കാരന് പിന്നാലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പോലീസിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നിരപരാധിയും ഹൃദ്രോഗിയുമായ 20കാരനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി. പോക്സോ കേസിൽ നിരപരാധിയായ 20കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. അതേ കേസിൽ തന്നെ പോലീസിനെതിരെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരാതി ഉന്നയിച്ചു. ഞങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അത് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ് പിന്നെ സംഭവം ഉണ്ട്, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ വെളിവിടത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളറിനൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ കുഞ്ഞുങ്ങളെ പോലും കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഇരുട്ട് മുറി, ആ മുറി ബൾബ് പോലും ഇല്ല. വന്നപ്പോൾ എന്തോ സാറ് എന്തോ ചോദിച്ചിട്ട് പോലും സാറുമാരൊന്നും പറയുന്നില്ലായിരുന്നു. കസ്റ്റഡി മർദ്ദനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇത് നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക, വകുപ്പ് തലത്തിലും നിയമപരവുമായ നടപടികൾ ഉണ്ടാവുന്നതും വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവും. ഇതൊരു സൂചനാ സമരമാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഈ സമരത്തിന്റെ കടുപ്പമേറും. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനെതിരെ യുവാവ് ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി അയച്ചു. ഹൃദ്രോഗിയായ യുവാവിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.